ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും പഴയതുപോലെ സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ ബിലീവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരാൾ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ മനസ്സ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ചൊക്കെ അവരൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടാവാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബിലീഫ് വരുന്നുണ്ട്, ഒരു വിശ്വാസം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ അവർ ഭയങ്കര ഒരു പാഷനേറ്റ് ആണ്. അവർ ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും അവർക്ക് എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ളതുപോലെ പാഷനായിട്ടൊക്കെ നിങ്ങളെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, എന്തൊക്കെയോ കാര്യങ്ങളിൽ കുറച്ച് പേരെങ്കിലും കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെയുള്ള കഴിവുകളുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അതായത് ഈ ഒരു പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി എന്തൊക്കെയോ ബെറ്ററായിട്ട് നിങ്ങളുടെ മീൻസ് നിങ്ങൾ കുറെ കൂടി എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ മീൻസ് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പല രീതിയിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്നെക്കൊണ്ട് പോലും സാധ്യമല്ലാത്ത കാര്യമാണിത്, നിനക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ചില ചില കാര്യങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള നിങ്ങളെപ്പോലെ ആവണം, അല്ലെങ്കിൽ പല കാര്യത്തിലും നിങ്ങളെ അവർ അങ്ങനെ ആവണം എന്ന് പോലും ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മാരേജിലേക്ക് ഈ റിലേഷൻഷിപ്പ് എത്തിക്കണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ കൂടുതലും ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു തോട്ട്സാണ് അവർക്ക് പലപ്പോഴും ഉള്ളത്. പക്ഷേ ഇവിടെ കുറച്ച് പേരുടെയെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ടൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അധികം ഒന്നും നേരിൽ കാണാനുള്ളൊരു അവസരം കഴിവതും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ നിങ്ങൾ സ്റ്റിൽ കോണ്ടാക്റ്റിൽ കാണും. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പരസ്പരം അപ്ഡേറ്റ്സ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കാം. ഇൻ കേസ് ഇപ്പോൾ ഒരു ചെറിയ പിണക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കും, അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നേരിട്ട് കാണുന്ന അവസരങ്ങൾ കഴിവതും കുറവായിട്ട് കാണുന്നുണ്ട്. ഇൻ കേസ് ഇനി ഒന്ന് കാണണമെന്ന് വെച്ചാലും കുറേയധികം തടസ്സങ്ങൾ ഉള്ളതായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സൺ അബ്രോഡോ അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡോ ഒക്കെ ആയിരിക്കാം. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കുറച്ച് പേരുടെയെങ്കിലും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വർക്ക് ഓൺ യുവർ കണക്ഷൻ എന്നുള്ളൊരു കാർഡായിരുന്നു. ഈ ഒരു കാർഡ് എനർജി പറയുന്നത്, അല്ലെങ്കിൽ ഒരു എനർജി മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, ഈ റിലേഷൻഷിപ്പ് എന്താണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ പോകാനായിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട് റിലേഷൻഷിപ്പിന്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും തന്നെ കുറച്ചധികമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഫോട്ടോ ഇടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ തന്നെ വലിയ കാര്യമായിട്ട് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെ അതിന് എഫോർട്ട് ഇട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികമായിട്ടൊരു ഈഗോ ഉള്ളൊരു നേച്ചറാണ്. കുറച്ച് പേരെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊരു ഈഗോ എന്ന് വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട്, അതായത് ആദ്യം ചെന്ന് മിണ്ടാനും, അല്ലെങ്കിൽ അവരോട് ഇനി അവരായിട്ട് തന്നെ വരട്ടെ എന്ന് കരുതി നിങ്ങൾ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ കോണ്ടാക്റ്റിൽ വരാനും അല്ലെന്നുണ്ടെങ്കിൽ മീൻസ് നേരിട്ട് കാണുന്നവരിലാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് പോകാനായിട്ടൊരു മടിയുള്ളത് പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അത് എന്തെങ്കിലും ഒരു പിണക്കം വന്ന സമയത്ത് അവർ നിങ്ങളോട് ബിഹേവ് ചെയ്ത കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യമൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരികയോ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേയധികം സ്നേഹം ഉണ്ടെങ്കിലും ഇൻ കേസ് ഇനീഷ്യേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങൾ അത് ഓർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. മെസ്സേജ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഒരുപാട് മെസ്സേജ് ചെയ്ത് ഇവരെ ഒരുപാട് കാണാനൊക്കെ തോന്നുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും നിങ്ങൾ ഫോണൊക്കെ കയ്യിൽ എടുക്കുന്നതായിരിക്കാം. പക്ഷെ ആ ഒരു സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള മറ്റ് പല കാര്യങ്ങളോ നിങ്ങൾക്ക് വേദന തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു. സോ അപ്പോൾ തന്നെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കണം ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോണ ഒരു സ്ട്രെങ്ത്, ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഭയങ്കര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് ഇവിടെ തോന്നുന്നില്ല. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും
പലപ്പോഴും നേരിൽ കാണാൻ പറ്റാതെ വരുന്നത് കൊണ്ടും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ രണ്ടുപേർക്കും ഒരു മടിയുള്ളത് പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലാരിഫൈ ചെയ്തപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡാണ്. സോ അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്നൊരു കാര്യം, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്, വിശ്വാസമുണ്ട്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഇത് കംപ്ലീറ്റ് ആയി പോയോ എന്ന് പോലും തോന്നുന്നൊരു സമയത്ത് നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിശ്വാസം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയല്ല, റിലേഷൻഷിപ്പിന് എന്താണെങ്കിലും ഒരു സ്ട്രെങ്ത് ഉണ്ടാവും എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ കാണുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു വിശ്വാസമുണ്ട്. ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ മേ ബി ഒരു ടിൻ ഫ്ലെയിമിലുള്ളവരൊക്കെ ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ് കാർഡാണ്. ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്. ആ ഒരു കാര്യം ഇവിടെ മനസ്സിലാവുന്നുണ്ട്. റീഡിങ്ങിൽ അത് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ രണ്ട് പേരും തന്നെ എഫേർട്ട് ഇടേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. കുറച്ചൊക്കെ ഒരു ഈഗോ പ്രശ്നം ഒക്കെ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് കുറച്ചൊരു സ്ലോ പ്രോഗ്രസ്, അങ്ങനെ ഒരു സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. മാത്രമല്ല, ഇൻ കേസ് ഇനിയിപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ മാറി ഒരു എന്താണ് സ്ട്രെങ്ത് കൊടുക്കാനും ഒക്കെ തന്നെ അത് നിങ്ങൾ കുറേ കൂടി എഫേർട്ട് ഇടണം ഒരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ മനസ്സിലാവുന്നത്. രണ്ടുപേരും തന്നെ എഫേർട്ട് ഇട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉടനെ തന്നെ ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ നല്ലപോലെ റീഡിങ്ങിൽ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്, ഐ കാൻ ഷെയർ യു, ഐ കാൻ റീപ്ലേസ് യു, ഐ കാൻ കമ്പയർ യു എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളെ ഒരിക്കലും ഷെയർ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമാണെന്നുള്ള റിയാലിറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പകരമാകാൻ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് അത് അറിയാമായിരിക്കാം. സോ അതൊക്കെ കൊണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളൊരു ഒരു താമസം എന്നൊക്കെ ആയിരിക്കണം അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ്, ക്യാൻ യു പ്ലീസ് ഹാവ് മീ എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, യു ആർ മൈ സോൾമേറ്റ് എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളെ അവർക്ക് പലപ്പോഴും അവരുടെ സോൾമേറ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്, പ്ലീസ് സ്റ്റേ വിത്ത് മീ എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, അവർ പറയുന്നത് എപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കണം, അവരെ വിട്ടിട്ട് പോരുത് എന്നുള്ളൊരു കാര്യമായിരിക്കണം. എപ്പോഴും എല്ലായ്പ്പോഴും അവരുടെ കൂടെ തന്നെ നിങ്ങൾ വേണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നത്. എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല, എന്നാലും ആ ഒരു കാർഡ്സിൻ്റെ ഒക്കെ എനർജി മനസ്സിലാക്കി തരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. ലെറ്റർ എൻ ആണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്പർ 6 ആണ്. നമ്പർ 6 കിട്ടിയിട്ടുണ്ട്. നവംബർ മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്പർ 18 എന്നുള്ളൊരു നമ്പറാണ്. 18 ആണ്. ലെറ്റർ R കിട്ടിയിട്ടുണ്ട്. ലെറ്റർ C കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ E ആണ്. ലെറ്റർ E കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. മേ ബി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് സ്മൈൽ എന്നുള്ളതാണ്. നിങ്ങളുടെ സ്മൈൽ കുറേ അധികമായിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്മൈല് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ലോങ് ഹെയർ എന്നുള്ളൊരു ക്ലൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ലോങ് ഹെയർ ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ അധികമായിട്ട് ഇഷ്ടമായിരിക്കാം ലോങ് ഹെയർ ഒക്കെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് റെഡ് കളറാണ്. റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കാം. അബ്രോഡ് എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ കെ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്.